ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പത്രോസിൻ്റെ വാർദ്ധക്യവേളയിൽ തൻ്റെ മരണത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നതും മരിക്കുന്നതിന് മുൻപായിട്ട് താൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതും താൻ മരിച്ചു കഴിഞ്ഞും തൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഓർക്കേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തു ചെയ്യണമെന്നും താൻ എഴുതുന്ന ഒരു ഭാഗം തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ വചനങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതാന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് മുൻപേ ഞാനും നിങ്ങളും എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിക്കുവാനുമൊക്കെ ഈ ധന്യനായ അപ്പോസ്തലൻ്റെ എഴുത്തുകൾ നമുക്ക് സഹായകമാകും. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാൽ ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിന് ശേഷവും എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഇവിടെ ധന്യനായ പത്രോസ്ലീഹ തൻ്റെ നിര്യാണ കാലത്തെക്കുറിച്ച് ഓർക്കുകയാണ്. തൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്നതെനിക്ക് ബോധ്യമാകുകയാണ്. അതിനെക്കുറിച്ച് തനിക്കൊരു അറിവുണ്ടാകുന്നത് കർത്താവായ യേശുവിൻ്റെ വാക്കുകളിൽ നിന്നാണ്. അത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഒരു കൺഫ്യൂഷനാണ് ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നത്. ഇനി എങ്ങനെ തങ്ങളുടെ ഉപജീവനങ്ങളൊക്കെ നടക്കും? അതുകൊണ്ട് അവർ പഴയ ആ പടകും വലയുമായിട്ടൊക്കെ ഗലീല കടലിൽ മത്സ്യം പിടിക്കാനായിട്ട് പോവുകയാണ്. അക്കൂട്ടത്തിൽ യോഹന്നാനും യാക്കോബും ഒക്കെ ഉണ്ട്. ആ രാത്രിയിൽ അവർ വളരെ പ്രാവശ്യം വല വീശിയെങ്കിലും ഒന്നും ലഭിച്ചില്ല. അങ്ങനെ അവർ നിരാശരായി തീർന്ന് മടങ്ങുവാൻ ഒരുങ്ങുമ്പോൾ ഒരു ശബ്ദം കടൽ തീരത്ത് നിന്ന് കേൾക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ മറുപടി പറഞ്ഞു. ഉടനെ ആ കടൽ തീരത്തുനിന്ന് മറ്റൊരു ശബ്ദം കേൾക്കുകയാണ്. അവരുടെ വല വീണ്ടും വീശുവാനായിട്ട് അവർ വീശുന്നു. ആ വലയിൽ 153 മത്സ്യങ്ങൾ കുടുങ്ങുന്നു. അപ്പോൾ അവർക്കത് മനസ്സിലായി, ഇത് മറ്റാരുമല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശബ്ദമാണ്. അങ്ങനെ അവർ വലയുമൊക്കെ വലിച്ച് കരയ്ക്ക് അടുപ്പിച്ചിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ അവർ കാണുന്ന രംഗം, ഒരു തീ കൂട്ടിയിട്ടുണ്ട് അവിടെ അവരുടെ തണുപ്പ് മാറ്റാൻ. മാത്രമല്ല അപ്പവും മീനുമൊക്കെ അവർക്ക് ഒരു പ്രഭാത ഭക്ഷണം ഒരുക്കി ഒരു മാതാവിനെ പോലെ പിതാവിനെ പോലെ കർത്താവ് നിൽക്കുകയാണ്. അവർ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം പത്രോസിനോട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. വീണ്ടും കർത്താവ് ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ എന്ന് പത്രോസ് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാമതും കർത്താവ് ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശിമോനെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ ഒരു പൊട്ടിക്കരച്ചിലാണ് അവിടെ ഉണ്ടായത്. കർത്താവ് ആവർത്തിച്ച് ചോദിക്കുന്നതിന് ആഴമേറിയ അർത്ഥമുണ്ടായിരുന്നു. കർത്താവ് ഉപയോഗിച്ച ഭാഷയും പത്രോസ് ഉപയോഗിച്ച ഭാഷയും തമ്മിൽ സ്നേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അർത്ഥങ്ങളുമൊക്കെ അതിനകത്തുണ്ട്. എങ്കിലും വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നില്ല. കർത്താവ് ആ ചോദ്യം ആവർത്തിച്ചതിൻ്റെ ലളിതമായ അർത്ഥം ഇതാണ്: ഈ വലയേക്കാൾ, ഈ പടകിനേക്കാൾ, ഈ 153 മത്സ്യത്തേക്കാൾ, നിൻ്റെ തൊഴിലിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നില്ല.
നിശ്ചയമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇവയിലധികമായൊരു സ്നേഹം നിനക്കില്ല. അതുകൊണ്ടാണല്ലോ നീ വലയും പടകുമെല്ലാം എടുത്തു പോയത്. പക്ഷേ അങ്ങനെ പോയിട്ടും നിനക്ക് പ്രയോജനമുണ്ടായില്ല എന്ന് നിനക്ക് ബോധ്യമായില്ലേ? കർത്താവിൻ്റെ ആവർത്തിച്ചുള്ള ഈ ചോദ്യത്തിൽ നിന്ന് പത്രോസിന് കാര്യം മനസ്സിലായി. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ താൻ യേശുവിനെ സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. അവിടെ വെച്ച് പത്രോസ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനി മരണം വരെയും കർത്താവിന് വേണ്ടി ജീവിക്കണം. പിന്നെ പഴയ പടകിലേക്കോ വലയിലേക്കോ ഒന്നും പത്രോസ് നോക്കിയിട്ടില്ല. അങ്ങനെ തീരുമാനമെടുത്ത് നിൽക്കുന്ന പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ നല്ല യൗവനക്കാരനായിരിക്കുമ്പോൾ സ്വയമായ അരകെട്ടി നിനക്കിഷ്ടമുള്ളിടത്തൊക്കെ നീ യാത്ര ചെയ്തു ഇല്ലേ? എന്നാൽ നീ വൃദ്ധനാകുമ്പോൾ നീ കൈനീട്ടും വേറൊരാൾ നിൻ്റെ അരകെട്ടിയിട്ട് നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ മരണത്തിന് നിന്നെ കൊണ്ടുപോകും. അങ്ങനെ എങ്ങനെയുള്ള മരണം കൊണ്ടാണ് താൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതെന്നും താൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്നും ഏകദേശം എപ്പോഴായിരിക്കും തൻ്റെ മരണമെന്നും ഒക്കെ കർത്താവ് തന്നെ ഓർമ്മിപ്പിച്ച കാര്യം പത്രോസ് ഇപ്പോൾ ഓർക്കുകയാണ്. ആ ഭാഗം ഞാൻ ഒന്നുകൂടെ വായിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങളത് എൻ്റെ നിര്യാണത്തിന് ശേഷവും എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. പ്രിയമുള്ളവരെ, ഈ അപ്പോസ്തലൻ്റെ വാക്കുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതാന്ത്യത്തെക്കുറിച്ചും നിര്യാണത്തെക്കുറിച്ചും അതിനുശേഷം ജനങ്ങൾ എന്താണ് ഓർക്കേണ്ടത്, എന്താണ് അറിയേണ്ടത്, അതിനുവേണ്ടി നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്, ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത്. മനുഷ്യജീവിതത്തിൽ ഒരിക്കൽ മരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാനും നിങ്ങളും മരിച്ചേ മതിയാകൂ. എന്നാൽ നമ്മുടെ മരണം പത്രോസ് ആഗ്രഹിച്ചതുപോലെ, കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തിന് മഹത്വം വരുത്തുന്ന ഒരു മരണമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല, അതത്ര സുഖകരമായ ഒരു മരണമൊന്നുമല്ല. അതൊരു രക്തസാക്ഷിത്വ മരണമാണ്. അത് മാനുഷികമായ ചിന്തയിൽ ഒരു ഭയാനകമാണ്. ഒരു ദൈവഭക്തന് ഒരിക്കലും അങ്ങനൊന്നും സംഭവിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെടുക, രക്തസാക്ഷിയായി മരിക്കുക, കൊല്ലപ്പെടുക, അതൊരു ഭാഗ്യമരണമായിട്ടാണ് പത്രോസ് കാണുന്നത്. ആ മരണകാലം അടുക്കുവാൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് താൻ ഓർക്കുകയാണ്. ആ കൂടാരം പൊളിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് താൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം എന്നും ഇവിടെ തുടരുകയില്ല. നമ്മുടെ നാളുകളെ എണ്ണുവാനുള്ള ഒരു ജ്ഞാനം ആണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. ഒത്തിരി സ്വപ്നങ്ങൾ നമുക്കുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. നല്ലതെല്ലാം നടക്കട്ടെ. അക്കൂട്ടത്തിൽ ഞാൻ നിങ്ങളും മരിക്കുമെന്നും എന്നും ഈ ഭൂമിയിൽ ജീവിക്കുകയില്ലെന്നുമുള്ള ഒരു അറിവ് നമുക്കുണ്ടാകണം. അഹരോൻ മരിച്ചപ്പോൾ സഹോദരനായ മോശയ്ക്ക് വലിയ ദുഃഖമുണ്ടായി. ഒന്നിച്ച് യാത്ര തിരിച്ചവരാണല്ലോ അവർ, ലക്ഷ്യസ്ഥാനത്ത് എത്തിയുമില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവമേ, ഞങ്ങളുടെ നാളുകളെ എണ്ണാനൊക്കെയുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം. 90-ാം സങ്കീർത്തനം 10 മുതലുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? വാക്യം 12. ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജ്ഞാനം എനിക്ക് നിങ്ങൾക്കും വേണം. മറ്റുള്ളവരെ ചതിക്കാനല്ല, മറ്റുള്ളവരെ തകർക്കാനല്ല,
അനീതിപരമായൊരു നേട്ടമുണ്ടാക്കാനല്ല. ഞാനിനി എത്ര നാൾ കൂടി ഈ ഭൂമിയിലുണ്ട്, അതൊന്നറിയാൻ, അതൊന്നെണ്ണാൻ എനിക്ക് ഭാഗ്യം നൽകണം. എന്നിട്ട് അതനുസരിച്ച് ഒന്ന് ജീവിക്കാൻ. കാരണം മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ലല്ലോ. അതിനുശേഷം ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. മരണത്തിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പോയേ മതിയാകൂ. അതുകൊണ്ട് കർത്താവേ, എൻ്റെ മരണത്തിന് മുൻപ് ചിലതൊക്കെ ചിന്തിക്കാൻ, ചിലതൊക്കെ ക്രമീകരിക്കാൻ, ചിലതൊക്കെ ചെയ്യാൻ, ചില കാര്യങ്ങളിലെല്ലാം ഒരുങ്ങാൻ, എന്നെ നാളുകളെ എണ്ണാൻ എനിക്ക് ഒരു കൃപ തരണം, അതിനൊരു ജ്ഞാനം തരണം. ആ ജ്ഞാനമാണ് എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല എന്നുള്ള ജ്ഞാനമല്ല എനിക്ക് വേണ്ടത്. ദൈവമുണ്ട്, മരണമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇവയൊക്കെ ഒന്നറിയാനുള്ള ജ്ഞാനം, എൻ്റെ മരണത്തെക്കുറിച്ചറിയാനുള്ള ജ്ഞാനം. ആ മരണം ദൈവത്തിന് മഹത്വം വരുത്തുന്നത് ആയിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ജ്ഞാനം. ആ മരണത്തിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, ചിലതൊക്കെ ക്രമീകരിക്കണം. മരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർ ഓർക്കുവാൻ തക്കവണ്ണം ചിലതൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള അറിവ്, ആ ജ്ഞാനമാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. അടുത്തതായി പത്രോസ്ലീഹ പറയുന്നത്, എൻ്റെ കൂടാരം പൊളിയാറായി, പക്ഷേ പൊളിയുന്നതിന് മുൻപ് ചില കാര്യം എനിക്ക് ചെയ്യണം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ, ഞാൻ മരിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങളെ ഉണർത്തുന്നത് എനിക്ക് യുക്തമായി തോന്നുകയാണ്, ബുദ്ധിയായി തോന്നുകയാണ്. അതിനാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ എനിക്ക് ഓർപ്പിക്കാനുണ്ട്, ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ എനിക്ക് ഉണർത്തിക്കാനുണ്ട്. ധന്യനായ അപ്പോസ്തലൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്, ഉണർത്താനുണ്ട്. സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് യേശു അരുളിച്ചേരും. പാപമോചനം പ്രാപിക്കാതെ മരിച്ചാൽ ഒരു നരകം മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, വേർപെടണം, വിശുദ്ധിയോടെ ജീവിക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകും. ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുമ്പോൾ ഇത് നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഇത് നിങ്ങളെ പറഞ്ഞ് ഉണർത്തിക്കുകയാണ്. സമയമെടുത്തു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, കർത്താവ് വരാറായി എന്നുള്ള ചിന്തകൾ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്ന് മരിക്കുമെന്ന്. പക്ഷേ കഴിഞ്ഞ 48 വർഷങ്ങളായിട്ട് ഞാൻ മരിക്കുമെന്നുള്ള ആ ബോധം, ആ ഒരു ഓർമ്മ എന്നിൽ എല്ലാ ദിവസവും പുതുക്കുകയും അതിനു മുൻപ് ചിലതൊക്കെ ഓർപ്പിക്കണം, ചിലതൊക്കെ എഴുതണം, ചിലതൊക്കെ ആൾക്കാർ അറിയണം എന്നുള്ള ആ ഉത്കടമായ ആഗ്രഹത്തിൽ നിന്നാണ് ഈ പ്രസംഗങ്ങളൊക്കെ പലതും ഉരുത്തിരിഞ്ഞു വരുന്നത്. അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപ്, നമ്മുടെ ശരീരമാകുന്ന ഈ കൂടാരം പൊളിയുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്, പറയേണ്ടതായിട്ടുണ്ട്, എഴുതേണ്ടതായിട്ടുണ്ട്, ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. യെരുശലേമിൽ ഭക്തനായ ഒരു രാജാവ് ഭരിച്ചിരുന്നു. ഹിസ്കിയാവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തോട് പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവം പറയുകയാണ്, നീ മരിച്ചു പോകും, നിൻ്റെ ഗ്രഹകാര്യം നീ ക്രമീകരിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നവനോട്, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ മരണത്തിന് മുൻപ് ഗ്രഹകാര്യം ക്രമീകരിക്കുവാനായിട്ട് ദൈവം പ്രവാചകനിലൂടെ ഈ രാജാവിനെ ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾ മരിക്കുന്നതിന് മുൻപ് നമ്മുടെ ഗ്രഹകാര്യം, നമ്മുടെ വീട്ടിലെ കാര്യം, സ്ഥലങ്ങൾ, സമ്പത്ത്, അങ്ങനെ
ആത്മീകവും ഭൗമികവുമായിട്ടുള്ള കാര്യങ്ങൾ നാം ക്രമീകരിക്കണം. മരിക്കുന്നതിന് മുൻപ് അത് ക്രമീകരിച്ചിട്ട് വേണം കടന്നു പോകുവാൻ. പിന്നീട് അതിനോടുള്ള തർക്കങ്ങളും വാദങ്ങളും കേസുകളും ബഹളങ്ങളും തമ്മിത്തല്ലുകൾ ഒന്നും ഉണ്ടാകാതെ വണ്ണം ഗ്രഹകാര്യങ്ങളെ ഞാനും നിങ്ങളും ക്രമീകരിക്കണം. ഏലിയാവിൻ്റെ മരണത്തിന് മുൻപായിട്ട് പ്രവാചകൻ എന്തൊക്കെ ചെയ്യണമെന്ന് ദൈവം ഓർപ്പിക്കുന്നുണ്ട്. ധീരനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. എങ്കിലും അന്നത്തെ ഇസ്രായേലിൻ്റെ രാജ്ഞിയായിരുന്ന ഇസബേൽ തന്നെ കൊന്നുകളയുവാൻ തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ആ ഭക്തൻ ഭയന്നുപോയി. ഒരു ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഏലിയാവിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് ദൈവം തന്നെ തട്ടി ഉണർത്തി താൻ ഓടുന്നുണ്ട്. പിന്നെയും താൻ ഒരു ഗുഹയ്ക്കകത്ത് കയറി മറഞ്ഞിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രവാചകനെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. സുരയ്ക്കൊരു രാജാവിനെ, ഇസ്രയേലിനൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് നിയോഗം പ്രാപിച്ചവനായിരുന്നു എലിയാവ്. മാത്രമല്ല തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം കരുത്തനായ ഒരു പ്രവാചകൻ ഉണ്ടാകേണ്ടതിന് എലീശയെ അഭിഷേകം ചെയ്യുവാൻ അദ്ദേഹത്തിന് നിയോഗമുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അപ്പോൾ അറിയാതെ അദ്ദേഹം മരിക്കാൻ കൊതിക്കുകയാണ്. അദ്ദേഹം ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറയുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. യഹോവ അവനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശെക്കിൻ്റെ മരുഭൂമി വഴിയായി ഓടിപ്പോകുക. നീ എത്തുമ്പോൾ ഹസായേലിനെ ആരാമിന് സിറിയയ്ക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംശിയുടെ മകനായ യേഹുവിനെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ആബേൽ മെഹേലിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. എലിയാവേ, നീ ചൂരച്ചെടിയുടെ ചുവട്ടിൽ മരിക്കേണ്ടവനല്ല, ഗുഹയിൽ മറഞ്ഞിരിക്കേണ്ടവനുമല്ല, ഏതോ ഒരു ഇസബേലിൻ്റെ വാക്കിൻ്റെ മുൻപിൽ നിരാശപ്പെട്ട് ജീവിതം തീർക്കേണ്ടവനല്ല. മരിക്കുന്നതിന് മുൻപ് നിനക്ക് ഒരു ദൂരയാത്രയുണ്ട്, പ്രധാനപ്പെട്ട ശുശ്രൂഷകളുണ്ട്. അതിനുവേണ്ടി നീ ഒരുങ്ങണം, ഉണരണം. ആ ശുശ്രൂഷകൾ ചെയ്തു കഴിയുമ്പോൾ നീ പ്രതീക്ഷിക്കുന്നത് പോലല്ല, ദൈവം നിന്നെ വളരെ ബഹുമാനിച്ച് അനുഗ്രഹീതമായ ഒരു യാത്രയപ്പ് നൽകി ദൈവം തൻ്റെ സന്നിധിയിലേക്ക് നിന്നെ വിളിക്കും. ദൈവഭക്തന്മാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, എതിർപ്പുകളും വേദനകളും ദുഃഖങ്ങളും പരിഹാസങ്ങളും നിന്ദകളും മല്ലന്മാരുടെ ശക്തമായ വെല്ലുവിളികളും നിങ്ങൾ കുഴഞ്ഞിരിക്കുകയാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുകയാണോ? അങ്ങനെയൊന്നുമല്ല സ്വർഗത്തിലെ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ കൂടാരം പൊളിയുന്നതിന് മുൻപ് ചിലതൊക്കെ താങ്കളിലൂടെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചൂരച്ചെടിയുടെ ചുവട്ടിൽ നിന്നും നിരാശയുടെ നീർച്ചുഴികളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സ്വകാര്യ ഗുഹകളിൽ നിന്നുമൊക്കെ പുറത്തു വന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്യുക. ദൈവം ആഗ്രഹിക്കുമ്പോഴേ മരണം സംഭവിക്കുകയുള്ളൂ. ആ മരിക്കുന്നതിന് മുൻപായി, ആ കൂടാരം പൊളിയുന്നതിന് മുൻപായി ഞാനും നിങ്ങളും ചിലത് ചെയ്തു തീർക്കേണ്ടതുണ്ട്. പത്രോസ്ലീഹായ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹം ലേഖനം എഴുതുന്നത്. ആകയാൽ ഞാനും നിങ്ങളും മരിക്കുന്നതിന് മുൻപ്, ഈ കൂടാരം പൊളിയുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളതൊക്കെ ചെയ്തു തീർക്കാൻ, ക്രമീകരിക്കാനുള്ളതൊക്കെ ക്രമീകരിക്കാൻ, നിരപ്പാകേണ്ടതൊക്കെ നിരപ്പാകാൻ, കൊടുത്തു തീർക്കേണ്ടതൊക്കെ കൊടുത്തു തീർക്കാൻ, എഴുതി വെക്കേണ്ടതൊക്കെ എഴുതാൻ, പ്രസംഗിക്കേണ്ടതൊക്കെ പ്രസംഗിക്കാൻ, പ്രബോധിപ്പിക്കേണ്ടതൊക്കെ പ്രബോധിപ്പിക്കാൻ എന്താണോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതെല്ലാം ചെയ്തു തീർക്കുവാനുള്ള സമയമാണ്. ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കാനുള്ള സമയമല്ല, ഗുഹയിൽ മറഞ്ഞിരിക്കാനുള്ള സമയമല്ല, ഭയപ്പെട്ട് ഇരിക്കുവാനുള്ള സമയമല്ല, എഴുന്നേറ്റ് പ്രവർത്തിക്കാനുള്ള സമയമേ ഉള്ളൂ. അല്പകാലമേ നമുക്ക് ഉള്ളൂ എന്ന് മനസ്സിലാക്കി നാം സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. പത്രോസിന് മറ്റൊരാഗ്രഹം കൂടിയുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഭൂമിയിൽ പ്രസംഗിക്കാനൊക്കെയില്ലോ, പ്രവർത്തിക്കാനൊക്കെയില്ലല്ലോ. അതുകൊണ്ട് തൻ്റെ നിര്യാണത്തിന് ശേഷവും ജനങ്ങൾ തൻ്റെ രക്ഷിതാവിനെ അറിയണം, രക്ഷിതാവിൻ്റെ ഉപദേശം അറിയണം.
അതിനുവേണ്ടിയാണ് താനിപ്പോൾ ലേഖനം എഴുതുന്നത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. നിങ്ങൾ അതെൻ്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മരിക്കും. മരിച്ചു കഴിഞ്ഞ് ആർക്കെങ്കിലും ഓർക്കാനും കേൾക്കാനും വായിക്കാനും മാതൃകയാക്കാനും എന്തെങ്കിലും മരണത്തിന് മുൻപേ, ഈ കൂടാരം പൊളിയുന്നതിന് മുൻപേ, ഈ കൂടാരത്തിലിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ചെയ്യുവാനായി കഴിയുമോ? ചെയ്യുന്നുണ്ടോ? ഏകദേശം 2000-ഓളം വർഷമായി പത്രോസ് മരിച്ചിട്ട്. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നു, അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മളിവിടെ വായിച്ചത്. പത്രോസ് ശ്ലീഹ അത് എഴുതിയില്ലായിരുന്നെങ്കിലോ, സുവിശേഷങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിലോ, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അദ്ദേഹത്തെ വിശദീകരിക്കാതിരുന്നെങ്കിലോ ഞാൻ നിങ്ങളും അറിയുമായിരുന്നോ? എന്താണ് ഇന്ന് പത്രോസ് ശ്ലീഹായെ നമ്മൾ അറിയുവാൻ കാരണം? അദ്ദേഹം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട്, അദ്ദേഹം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചതുകൊണ്ട്, അദ്ദേഹം പ്രസംഗിച്ച് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, അദ്ദേഹം സഭയ്ക്ക് ലേഖനം എഴുതിയതുകൊണ്ട് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അറിയുകയാണ്, അദ്ദേഹത്തെ ഓർക്കുകയാണ്. അതിന് അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ നിര്യാണകാലവും എന്നെക്കുറിച്ച് എൻ്റെ വാക്കുകൾ ജനങ്ങൾ അറിയണം, വായിക്കണം, അങ്ങനെ അവർ കർത്താവിനെ സ്നേഹിക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്കും അങ്ങനെയുള്ള വല്ല ആഗ്രഹമുണ്ടോ? അങ്ങനെയുള്ള വല്ല ചിന്തയുമുണ്ടോ? മരണം വരെ ഈ ഭൂമിയിൽ വലിയവരാകണം, മിടുക്കനാകണം, ഒത്തിരി കുന്നുകൂട്ടണം, ഈ ആഗ്രഹമല്ലേ? മരണാനന്തരം നാം ഇവിടെ കുന്നുകൂട്ടിയ എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ? നമ്മുടെ വീട് കൊണ്ടുപോകാൻ കഴിയുമോ? കാറ് കൊണ്ടുപോകാൻ കഴിയുമോ? നമ്മുടെ ജോലി കൊണ്ടുപോകാൻ കഴിയുമോ? എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? എന്നാൽ ഈ ലോകത്തിൽ നിലനിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനായിട്ട്. രൂത്തിനെ നോക്കുക. അവൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നില്ല. അവളൊരു പുറജാതി സ്ത്രീയായിരുന്നു, അവളൊരു വിധവയായിരുന്നു. എന്നിട്ടും അവൾക്ക് ജോലി ചെയ്യാനൊരു മനസ്സുണ്ടായിരുന്നതുകൊണ്ട് കൊയ്ത്തുകാരുടെ പുറകിൽ നിന്ന് വിശ്വസ്തയോടുകൂടി ആ യവമണികൾ പെറുക്കി അത് വീട്ടിൽ കൊണ്ടുപോയി അവിടെ അമ്മായിയമ്മയ്ക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന അധ്വാനശീലിയായ ആ യുവതിയെക്കുറിച്ച് അവൾ പ്രസംഗിച്ചിട്ടില്ല, അവൾ പ്രവചിച്ചിട്ടില്ല, അവൾ എഴുതിയിട്ടില്ല, അവൾ പാടിയിട്ടില്ല. എന്നിട്ടും അവളെ നമ്മൾക്കറിയത്തില്ലേ? ഒരു പുസ്തകം തന്നെയുണ്ട്. അവളുടെ സ്വഭാവശുദ്ധിയും അവളുടെ അധ്വാന മനോഭാവവും ദൈവത്തിലുള്ള ആശ്രയവും ഇന്നും അവളെ ഓർക്കുവാൻ നമുക്ക് കാരണമായി. എസ്തേറിനെ നമുക്കറിയാം. അവൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ചിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയുടെ ഭാര്യയായിരുന്നു, രാജ്ഞിയായിരുന്നു. അതുകൊണ്ട് അവൾ മഹത്വപൂർണമായോ? ഇല്ല. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ജൂതന്മാർക്ക് വലിയ പീഡകൾ ഉണ്ടാകുകയും ഇറാൻ്റെ പാർലമെൻറ്റിൽ അതിനുവേണ്ടി നിയമമുണ്ടാക്കുകയും പലരും അതിനുവേണ്ടി ഹാമാൻ ഉൾപ്പെടെയുള്ളവർ പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ അവൾ ഉപവസിച്ചതുകൊണ്ട്, അവൾ പ്രാർത്ഥിച്ചതുകൊണ്ട്, അവൾ ബുദ്ധിപരമായി ഇടപെട്ടതുകൊണ്ട് 12500 വർഷം കഴിഞ്ഞു എസ്തേർ മരിച്ചിട്ട്. ഇപ്പോഴും നമുക്ക് അവളെ ഓർമ്മയില്ലേ? അവളുടെ പേരിൽ ഒരു പുസ്തകം തന്നെ ബൈബിളിലില്ലേ? ഇയ്യോബ് ധനികനായിരുന്നു, ഭക്തനായിരുന്നു, മൃഗസമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ അതിദാരുണമായി പ്രകൃതി ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു, തൻ്റെ തല മുതൽ ഉള്ളങ്കാല് വരെ പരുക്കൾ ഉണ്ടായി. തൻ്റെ ഭാര്യ പറഞ്ഞു, ദൈവവിശ്വാസം വിട്ട് തള്ളിപ്പറഞ്ഞ് നീ പോയി ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു. ഈ സന്ദർഭങ്ങളിൽ, ഈ വേദനാജനകമായ സമയങ്ങളിലൊന്നും ദൈവത്തെ തള്ളിപ്പറയാതെ ഭക്തനായി നിന്നതുകൊണ്ട് ഇന്ന് നമ്മൾ ഇയ്യോബിനെ ഓർക്കുന്നില്ലേ? ബൈബിളിൽ ഒരു പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലില്ലേ? ആ പുസ്തകത്തിലൂടെ ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ലേ? പ്രിയ സ്നേഹിത, ഞാനും നീയും മരിക്കും നിശ്ചയം. മരണാനന്തരം ജനത്തിന് മാതൃകയാക്കാൻ എന്തെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? ജനത്തിന് കേൾക്കാൻ കഴിയുന്ന എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ജനത്തിന് വായിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ജനത്തിന് പിൻപറ്റാൻ കഴിയുന്ന എന്തെങ്കിലും മാതൃക ജനസമക്ഷം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ
ഈ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ ഇതിനു വേണ്ടിയൊക്കെയുള്ള കാലങ്ങളാക്കി മാറ്റുവാനും ആ നാളുകളെയൊക്കെ ഒന്ന് എണ്ണുവാനും ഒന്ന് ക്രമീകരിക്കുവാനും കർത്താവായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഓർക്കുക, ഞാനും നിങ്ങളും മരിക്കും നിശ്ചയം. മരണാനന്തരം ഒരു ജീവിതമുണ്ട് നിശ്ചയം. മരണാനന്തരം ജനങ്ങൾ നമ്മളെ ഓർക്കുന്നത് ഹിറ്റ്ലറിനെ ഓർക്കുന്നത് പോലെ ആകാതിരിക്കട്ടെ. പത്രോസിനെ ഓർക്കുന്ന പോലെ, ഇയ്യോബിനെ ഓർക്കുന്നത് പോലെ, അതെ, എസ്തേറിനെ ഓർക്കുന്നത് പോലെ, രൂത്തിനെ ഓർക്കുന്നത് പോലെ, പൗലോസിനെ ഓർക്കുന്നത് പോലെ ഒക്കെ ഓർക്കുവാൻ കഴിവുള്ളത് ചിലതൊക്കെ ചെയ്യുവാൻ ദൈവം എനിക്ക് നിങ്ങൾക്കും നമുക്കേവർക്കും ഭാഗ്യം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ മരിക്കും നിശ്ചയം. ഞങ്ങളുടെ നിര്യാണകാലത്തെക്കുറിച്ച് ഓർക്കാനും അതിൻ്റെ നാളുകളെ എണ്ണുവാനും ഞങ്ങളുടെ നിത്യത കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനും ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ജനത്തിന് കേൾക്കാനും വായിക്കാനും പിന്തുടരാനും ഒക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ട് പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.